ഒരു മോർണിംഗ് വൈബാണേ. എന്താ മുന്തിരിച്ചെടികളൊക്കെ കയറി പോകുന്നതിലെയാണ്. ഇപ്പോൾ കോളയിലൂടെയാണ്. ഇത് ഇവിടുത്തെ ഒരു ജാസ്മിൻ വെറൈറ്റിയാണ്. പിന്നെ ഇവിടെ ഈ കാണുന്നതാണ് പൂക്കൾ നിറയെ മുട്ടിട്ട് നിൽക്കുന്ന ഒരു റോസ്. കണ്ടോ, നിറയെ മുട്ടുണ്ട് കേട്ടോ. പയ്യെ വിടരാൻ തുടങ്ങിയതേ ഉള്ളൂ. ഈ പൂക്കളിൽ എന്തോരം പെറ്റൽസ് ഉണ്ടെന്നറിയാമോ? അതേ നോക്കി. അതിൻ്റെ അപ്പുറത്തായി കാണുന്നത് യെല്ലോ റോസാണേ. ഈ വർഷം ഈ റോസയിൽ ഒത്തിരി പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇതിലധികം പൂ ഇടാറില്ലാത്തതായിരുന്നു. ഞാൻ ഈ പ്രാവശ്യം കുറച്ച് കമ്പൊക്കെ പൂ ഉണ്ടായി കഴിഞ്ഞപ്പം കട്ട് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് നിറയെ പൂക്കളാണേ. യെല്ലോ റോസ്. ഈ പൂവിന് ഇച്ചിരി സൈസ് കൂടുതലാണ് കേട്ടോ. നല്ല ബിഗ് സൈസാണ് ഈ ഫ്ലവറിന്. ഇതിൻ്റെ പുറകിലേക്കെല്ലാം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കമ്പ് ഒടിഞ്ഞു പോയായിരുന്നു പൂക്കൾ കൂടിയിട്ട്. ഞാനിപ്പോൾ ഇത് കെട്ടി വെച്ചേക്കുവാണേ. പക്ഷേ ഇതിലൊരു ചെറിയ കീടം വന്നിരിപ്പുണ്ട്. മില്ലിപ്പി അങ്ങനെയെങ്ങാണ്ടൊരു മിലിബഗോ അങ്ങനെയെങ്ങാണ്ടൊരു ബഗ്ഗാന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു കമ്പേ തന്നെ നോക്കിയോ, ഒരു കൊലയെ തന്നെ എത്ര പൂക്കളാണെന്ന്. ഈ കാണുന്നത് സ്ട്രോബെറി ആട്ടോ. പഴുത്ത് കിടക്കുവാണേ. അതിലെല്ലാം ഉണ്ട്. ഇവിടെ കണ്ടോ ഒരു സുന്ദരി പൂത്തൊലഞ്ഞ് നിൽക്കുന്നേ. തെയ്യക്കോ, അടുത്ത റോസ് കണ്ടോ, ഒരു ഓറഞ്ച് കളറാണേ. കണ്ടോ, ഓറഞ്ച് കളറല്ലേ. അടിയിലേക്കൊക്കെ പൂണ്ട്. ഒരു ചെറിയ റോസയാട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഇപ്പം കണ്ട റോസിൻ്റെ മദർ പ്ലാന്റ് ആണേ. നിറയെ പൂക്കളുണ്ട് കേട്ടോ. എന്തോന്നറിയില്ല, ഇവിടെ റോസസൊക്കെ നട്ടാൽ നിറയെ പൂക്കളുണ്ടാവും. ഇവിടുത്തെ മണ്ണിൻ്റെ ആയിരിക്കും, UK ഇംഗ്ലണ്ടിലെ മണ്ണിൻ്റെ ആയിരിക്കണം. ഇതൊരു ചെറിയ പാൻസി ചെടിയാണേ. എൻ്റെ മുഖം കണ്ട.